ടൂറിസം ഡയറക്ടർ ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിരന്തരം യോഗം നടത്താറുണ്ട്. അത് ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും നടത്താറുണ്ട്. ഒരു മാസം 40-ലധികം യോഗം നടക്കാറുണ്ട്. ഇതൊക്കെ മന്ത്രി നിർദ്ദേശിച്ചിട്ടോ മന്ത്രി അറിഞ്ഞിട്ടോ അല്ല. ഈ പ്രത്യേക യോഗത്തെക്കുറിച്ച് ടൂറിസം ഡയറക്ടർ വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യവും വിശദീകരിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്തിട്ടുണ്ട്, ഹൗസ് ബോട്ട് ഓണേഴ്സ് ഉൾപ്പെടെ. ഇത്തരമൊരു കാര്യത്തിലാണെങ്കിൽ അവരെ പ്രത്യേകിച്ച് വിളിക്കേണ്ടതില്ല. ഇൻഡസ്ട്രി നൽകിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നിവേദനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഒരു വിഷയമാണ് സബ്ജക്റ്റാക്കി വെച്ചത് എന്നുള്ളതും ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. പിന്നെ ഞങ്ങൾ നിങ്ങളെപ്പോലെ പറയാനുള്ളത് വേറെ ആരെയും നോക്കി പറയുന്ന ശീലമില്ല, മുഖത്ത് നോക്കി പറഞ്ഞ ശീലമുള്ളവരാണ് ഞങ്ങൾ. ഇത് എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചിഴക്കുന്നു എന്നുള്ളത് എനിക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. മന്ത്രി ഇവിടെ കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമാക്കി. ഇവിടെ ലീവിൽ പോയ ഡയറക്ടറെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവായി. നേരത്തെ തന്നെ ലീവിൽ പോയ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പോയതാ എന്നുള്ള വാർത്ത ചമക്കുകയും ആ വാർത്ത കൊണ്ടുവന്നത് ഒരു പ്രധാനപ്പെട്ട വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റും ആ ഓൺലൈൻ ഇവിടുത്തെ പ്രതിപക്ഷവും തമ്മിലുള്ള ബന്ധം എന്താ ഞാനിപ്പോൾ പറയേണ്ടതില്ല. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് വളരെ വ്യക്തമാണ്. പറയാനുള്ളത് ഡയറക്റ്റായി തന്നെ പറഞ്ഞു പോകുന്നതാണ് നല്ലത്. അതാണ് ഞങ്ങളെടുത്തിട്ടുള്ള രീതി. അല്ലാതെ വേറൊരാളെ ഉദ്ദേശിച്ച് മറ്റൊരാളോട് പറയുക ആ പട്ടം ചേരുക നിങ്ങൾക്കാണ്.